ജീവിതത്തിൽ താൻ ആഗ്രഹിച്ച ഓരോ പടവുകളും ചവിട്ടിക്കയറാൻ ആഗ്രഹിച്ച പെൺകുട്ടി, ആരെയും ബുദ്ധിമുട്ടിക്കാതെ തൻ്റെ ജീവിതം മുന്നോട്ട് നയിക്കണമെന്ന് ആഗ്രഹിച്ച പെൺകുട്ടി. ആ പെൺകുട്ടിയെയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു അശ്രദ്ധയുടെ മിനിറ്റുകൾ കൊണ്ട് നശിപ്പിച്ചു കളഞ്ഞത്. ജീവിതത്തിന്റെ പടവുകൾ ഓരോന്നോരോന്നായി കയറാൻ കൊതിച്ച 19കാരി ജസ്ലിയ ജോൺസൺ ഇനി ഓർമ്മയാകുന്നു എന്ന് സഹപാഠികൾക്കാർക്കും വിശ്വസിക്കാനാകുന്നില്ല. ഇന്ന് ജസ്ലിയെ യാത്രയാക്കാൻ വന്ന ഓരോ വിദ്യാർത്ഥികളും അമ്പരപ്പോടെയാണ് അത് നോക്കുന്നത്. 19 വയസ്സായിട്ടുണ്ടെങ്കിലും കുട്ടികൾക്ക് മരണമെന്താണ് എന്നൊക്കെ ഉൾക്കൊള്ളാനുള്ള പ്രായമായിട്ടുണ്ടെങ്കിലും അവരുടെ കൂടെ ഇന്നലെ വരെ കളിച്ചു ചിരിച്ചു നിൽക്കുന്ന പെൺകുട്ടി ഇന്നു മുതലില്ല എന്നത് അവരെ സംബന്ധിച്ച് വളരെയധികം അത്ഭുതമായി മാറി. ശരിക്കും അവരിൽ പലർക്കും അത് ഉൾക്കൊള്ളാൻ പോലുമായില്ല. ആ ഓർമ്മകൾക്ക് മരണമില്ല എന്ന് വേണം പറയാൻ. ഇന്ന് രാവിലെ അങ്കമാലി മോർണിംഗ് സ്റ്റാർ കോളേജിൽ ജസ്ലിയുടെ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചപ്പോൾ കലാലയത്തിൽ കണ്ണീർ പൊഴിയാതെ ആരുമില്ല. അന്ന് ജോലിക്ക് പോയില്ലെങ്കിൽ ജോലി പോകുമോ എന്ന ഭയമായിരുന്നു അവൾക്ക്. ജോലി പോകുമോ എന്ന ഭയം അവളുടെ ഉള്ളിലുണ്ടായിരുന്നുവെന്ന് സഹപാഠികൾ പറയുന്നു. അവൾക്ക് അന്നത്തെ ദിവസം പോകണമെന്ന് തീരെ ആഗ്രഹമില്ലായിരുന്നു. അങ്ങനെ എന്ത് കാര്യങ്ങളും വരുമ്പോൾ മടുപ്പുണ്ടാകുന്ന പ്രകൃതമല്ല. പക്ഷെ പോയില്ലെങ്കിൽ പ്രശ്നമാണ്. ഞാൻ ഒരു ദിവസം പോയില്ലെങ്കിൽ അവർ മറ്റാരെങ്കിലും കണ്ടെത്തും. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അത് വളരെയധികം പ്രശ്നമാണ് എന്നവൾ പറഞ്ഞിരുന്നു. സഹപാഠികളും അധ്യാപകരും നാട്ടുകാരും ഉൾപ്പെടെ നൂറുകണക്കിന് പേർ പ്രിയപ്പെട്ടവർക്ക് അന്ത്യോപചാരം അർപ്പിച്ചു. പൊതുദർശനത്തിന് ശേഷം മൃതദേഹം ജസ്ലിയുടെ ജന്മനാടായ എടവനക്കാട്ടേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ചായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക. കഴിഞ്ഞ മാസം 28-നായിരുന്നു ജസ്ലിയുടെ ജീവിതം മാറ്റിമറിച്ച അപകടമുണ്ടായത്. പഠനത്തോടൊപ്പം കുടുംബത്തെ സഹായിക്കാൻ ഡോമിനോസിൽ പാർട്ട് ടൈം ജോലിക്ക് ജസ്ലിയ പോയിരുന്നു. അന്ന് ജോലി കഴിഞ്ഞു മടങ്ങവേ റോഡിലൂടെ നടന്നു പോവുകയായിരുന്നു ജസ്ലിയ. അമിത വേഗത്തിൽ വന്ന ഒരു കാറ് ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ജസ്ലിയെ ആദ്യം അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി ആലുവ രാജഗിരി ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. എന്നാൽ ചൊവ്വാഴ്ച രാവിലെ മസ്തിഷ്ക മരണം സംഭവിക്കുകയായിരുന്നു. മകളുടെ മരണം ഏൽപ്പിച്ച ആഘാതത്തിനിടയിൽ ജസ്ലിയുടെ പിതാവ് ജോൺസൺ എടുത്ത തീരുമാനം ഏറെ ധീരമായിരുന്നു. തൻ്റെ മകളുടെ മറ്റുള്ളവർക്ക് ജീവിക്കട്ടെ എന്നുള്ള കാര്യം. അങ്കമാലി ജസ്ലിയ ജോൺസൺ എന്ന പെൺകുട്ടിയെ ഇടിച്ചു കടന്ന കാൾ സംഭവത്തിൽ വാഹനം കണ്ടെത്തിയെങ്കിലും അപകടമുണ്ടാക്കിയ ഡ്രൈവർ ഡോക്ടർ സിറിയക്കിനെ ഇതുവരെ പിടികൂടാനായിട്ടില്ല. ഫെബ്രുവരി 28 വൈകിട്ട് 7:30 അങ്കമാലി ഹോം സയൻസ് കോളേജിന് സമീപത്ത് വെച്ചാണ് ഈ ദാരുണമായ അപകടമുണ്ടായത്. കാറിടിച്ച തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ജസ്ലിയെ ഉടൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ചികിത്സയിൽ ഇരിക്കവേ തന്നെ മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. അങ്കമാലി മോർണിംഗ് സ്റ്റാർ കോളേജിലെ BCom വിദ്യാർത്ഥിനിയായിരുന്ന ജസ്ലിയുടെ അപ്രതീക്ഷിത വിയോഗം ഒരു നാടിനെയാകെ കണ്ണീരിലാഴ്ത്തി. അവളുടെ കുടുംബമെടുത്ത മാതൃകാപരമായ തീരുമാനം 4 കുടുംബങ്ങൾക്ക് വെളിച്ചമായി. പക്ഷെ അവളായിരുന്നു ആ കുടുംബത്തിൻ്റെ വെളിച്ചം. അതാരും കണ്ടില്ല, അതാരും കാണാതെ പോവുകയാണ്. ശരിക്കും പറഞ്ഞാൽ ആ ഇടിച്ചവർക്ക് എന്താണ് ഇപ്പോൾ മനസ്സിൽ തോന്നുന്നതെന്നറിയില്ല. പക്ഷെ നിങ്ങൾ ചെയ്ത ക്രൂരതയ്ക്ക് ഒരിക്കലും മറുപടിയില്ല. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.